ബാർ സമയം കൂട്ടാനുള്ള തീരുമാനത്തിൽ അസാധാരണമായൊരു തിടുക്കമുണ്ടായോ? അതാണ് ചോദ്യം. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ടി വി പ്രസാദ് തിരിച്ചു വീണ്ടും നമ്മൾ ഈ വാർത്തയിലേക്ക് മടങ്ങുന്നു. ടി വി പ്രസാദ്, അസാധാരണമായൊരു തിടുക്കം ആ ഫയൽ നീക്കത്തിലുണ്ട് അല്ലേ? ഉറപ്പായും അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതാണ്. അതായത് 2025 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് ബാർ ഉടമകളുടെ അപേക്ഷയിലുള്ള ഫയൽ നീക്കം തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഏതാണ്ട് 3 മാസത്തിലധികം അതവിടെ നികുതി വകുപ്പിൽ നിന്ന് എക്സൈസ് വകുപ്പിലേക്ക് വന്ന് അങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. അങ്ങനെ MP രാജേഷിന്റെ കയ്യിൽ നിന്ന് ജനുവരി മാസം 29-ാം തീയതി വൈകിട്ടാണ് മുഖ്യമന്ത്രി ഫയൽ വാങ്ങിക്കുന്നത്. വെറും ഒരൊറ്റ ദിവസത്തെ ഗ്യാപ്പിൽ, അതായത് 31/1/2026 വൈകിട്ട് മുഖ്യമന്ത്രി ആ ഫയലിൽ തീരുമാനമെടുക്കുന്നു. അതായത് 3 മാസത്തോളം അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കറങ്ങിത്തിരിഞ്ഞ ഫയൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നതോടുകൂടി ഒരൊറ്റ ദിവസം കൊണ്ട് ഫയൽ തീരുമാനമാകുന്നു. പിന്നീട് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിലേക്കുള്ള ആ ഗ്യാപ്പ് എന്നത് വെറും 2 ആഴ്ചയാണ്. അതായത് ഒരേ ദിവസം തന്നെ 6-7 ടേബിളിലേക്ക് പോകുന്ന ഫയലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അരുൺ, സംസ്ഥാനത്ത് നിരവധി വിഷയങ്ങളിൽ ഫയൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന പരാതി ഉയർത്തുന്ന മുഖ്യമന്ത്രിയുടെ അതേ സ്ഥലത്ത് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ അതേ തീരുമാനത്തിലാണ് ശരവേഗത്തിൽ കുതിക്കുന്ന ഒരു ഫയലും നമ്മൾ കാണുന്നത്. MP രാജേഷിന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിക്കുന്ന മുഖ്യമന്ത്രി മന്ത്രിസഭയെ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ അതിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംസ്ഥാനത്തെ ബാർ സമയം യഥേഷ്ടം കൂട്ടുന്നു. രാത്രി 12 മണി വരെ മാത്രമല്ല, 5 സ്റ്റാർ ബാറുകൾക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് 3 മണിവരെ പ്രവർത്തിക്കാം എന്നുള്ളത് ഒരുപക്ഷെ അരുൺ കടുത്ത പ്രതിഷേധം ഇതിൽ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില സഭകളുടെ ഭാഗത്ത് നിന്നത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൽ പാർട്ടിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. CPIM സംസ്ഥാന സെക്രട്ടറി ഇതിൽ എന്ത് പറയും? ഒപ്പം എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നിലപാടും ഇതിൽ നിർണായകം തന്നെയാണ് അരുൺ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്.